അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂക്കില ലേഹ്യമാണ് ഫ്രണ്ട്സ്. ഓക്കെ, പൂക്കില ലേഹ്യത്തിനുള്ള മരുന്നാണ് കേട്ടോ ഇത് പൂക്കില ലേഹ്യത്തിൽ പൊടിച്ച് ചേർക്കാനുള്ള മരുന്നാണ്. ഇത് ഉണക്കി പൊടിക്കണം, ഉണക്കി പൊടിച്ചെടുക്കാം. ഉണക്കി പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചാലും മതി. അപ്പോൾ നമ്മൾ ഒരു പൂക്കില ലേഹ്യം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇത് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചൂടാക്കി വെച്ചേക്കുന്നതാണ്. അതൊന്ന് നുറുക്കിയെടുക്കണം. പിന്നെ ഇത് നെയ്യ്, ഇത് 1-ാം പാൽ, ഇത് 2-ാം പാൽ, ഇത് 3-ാം പാൽ. 3-ാം പാലിൽ ഇത് വേവിക്കണം. ഇത് പൂക്കിലിയാണ്. പിന്നെ ഇത് പൂക്കിലയുടെ മരുന്ന്, ഇത് 1/2 കിലോ ശർക്കര. നമ്മളിത് അണ്ടിപ്പരിപ്പും ബദാമും ഈ പരുവത്തിലാക്കി നുറുക്കിയെടുത്തുണ്ട് ചെറുതായിട്ട്. പിന്നെ പൂക്കില നമ്മളിപ്പോൾ വേവിക്കാൻ പോവുകയാണേ, 3-ാം പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു. 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും ചേർക്കാമല്ലോ. അപ്പോൾ അടിച്ച് വെച്ച തേങ്ങ 3-ാം പാലിൽ വേവിച്ച ഇത് പൂക്കില. ഓക്കെ, അത് ഞാൻ ഒഴിക്കാൻ പോണേ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിയാനും അതുപോലെ അതൊക്കെ ഇത്തിരി പണിയുള്ളൂ. പിന്നെ എല്ലാം റെഡിയാണ്, ശർക്കര ഉരുക്കിയും എല്ലാം മരുന്നും. അപ്പം നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒഴിച്ചൊന്ന് കുറുകി വരുമ്പോഴാണ് ശർക്കര ഒഴിക്കുള്ളൂ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ, എന്നിട്ട് വേണം. പിന്നെ നമുക്ക് ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നല്ല പാകത്തിനൊത്ത പൂക്കില കിട്ടി. പൂക്കിലാണെങ്കിൽ അടിപൊളി പൂക്കില വേണ്ട, ഒരു തട്ടും തരിയും പോലും ഇല്ലാണ്ട് വെന്ത് ഇതായി. നല്ല പൂക്കിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മൂത്തതാവുമ്പോഴേ കുറച്ചും കൂടി ഒന്ന് മൂത്തതാണെങ്കിൽ ഇങ്ങനെ ഈ ചണ്ടി പോലെ ഇങ്ങനെ കിടക്കും. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂക്കിലയുടെ കംപ്ലീറ്റ് ആയിട്ടും ആ തോട് മാറ്റി എടുത്തിട്ടും ഇത് വേണ്ട, തട്ടും തരില്ല. അപ്പോൾ അത് നല്ല ഇളതായിട്ടുള്ളതാണ് കിട്ടിയത്. അത് വളരെ നന്നായി. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ഒഴിക്കാൻ പോവാണ്. ശർക്കര ഒഴിച്ചു. അതുപോലെ തന്നെ മരുന്നും പൊടി ഇട്ടു. പൂക്കില മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി പൂക്കില ലേഹ്യത്തിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ കിട്ടും. പിന്നെ ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴൊന്നും ഇത് ഇടാറില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടണ പരിപാടി ഇല്ലായിരുന്നു പണ്ട്. ഇപ്പം അത് പോയി. ഇപ്പം എല്ലാവരും ഇടയ്ക്കൊന്ന് കടിക്കാനുള്ളൊരു ഇതിന് ഇടുന്നത്. അപ്പോൾ ശരി, എന്നാൽ അതും കൂടി ഇടാം. എല്ലാം കൂടി കിടന്ന് റെഡിയാവട്ടെ. ഇനി നല്ല പൊട്ടിത്തെറിക്കലായിരിക്കും കേട്ടോ, നല്ല അന്തസ് പൊട്ടിത്തെറിക്കലാവും. അപ്പോഴത്തേക്കും ഞാനിവിടുന്ന് മാറട്ടെ. പതുക്കനെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ അടപ്പിൻ്റെ മൂടിക്കണ അടപ്പിൻ്റെ ഉള്ളിക്കൂടെ കയ്യിലിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് പതുക്കനെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ മുഖത്തൊക്കെ പാട് വരും പൊട്ടിത്തെറിച്ചിട്ട്. അതങ്ങനെയാണ് ഈ മരുന്നുകളുടെ ഒരിത്. പിന്നെ ഈ ഉരുളിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ എളുപ്പമല്ലേ. പിന്നെ ഇതൊന്ന് ശരിക്ക് പാകമായി കഴിഞ്ഞാൽ പിന്നെ 1-ാം പാൽ ഒഴിക്കും.
ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇതാക്കി ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റിയിട്ട് ഞാനേ ലേഹ്യം ഇളക്കേണ്ട കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് തൊടാൻ പറ്റില്ല. വേണ്ട, ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വേണ്ട ഇങ്ങനെ ഇളക്കി കൊടുക്കും, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്താൽ മതി, അത് നമുക്ക് നല്ലതാണ്, പൊട്ടിത്തെറിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേഹ്യത്തിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ, അതിനൊരു കുറവുമില്ലേ, അതിന് കുറച്ചും കൂടി ഉണ്ട് വെള്ളം വറ്റണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, ഉണ്ടാക്കി നോക്കണം. അതൊക്കെ നല്ല മരുന്നല്ലേ, ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കണം, നല്ലതാണ്. പ്രസവിക്കുന്നവർക്കാണെങ്കിലും നമുക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചു കേട്ടോ. ഇനി നന്നായിട്ട് വെള്ളം വറ്റിച്ച് എടുക്കാം നമുക്ക്. നല്ലോണം വെള്ളം വറ്റണം. നമുക്ക് നോക്കാം. ഇളക്കുമായിരുന്നു ഞാൻ ഇത്രയും നേരം, ഇങ്ങനെ ഇട്ട് ഇളക്കും. പിന്നെ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇതിലുണ്ട് തേങ്ങാപ്പാലിൻ്റെ വെളിച്ചെണ്ണയും പിന്നെ നെയ്യ് 3-4 ടീസ്പൂൺ ഒഴിച്ചില്ലേ, ഇതിലാവശ്യത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട, ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിൽ തെളിഞ്ഞ് നിൽക്കണതല്ല, നല്ല തേങ്ങാപ്പാലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ നെയ്യുണ്ട്. പാകമായി വരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ലേഹ്യം വെള്ളം വറ്റി വന്നിട്ടുണ്ട് കണ്ടോ, ഈ പരുവാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ, ശാന്തമായി കിടക്കണേ, പൊട്ടിത്തെറിക്കാതെ. അപ്പോൾ നമുക്കിതിലെ വെള്ളം എങ്ങനെ നോക്കാം. ലേഹ്യം എന്തുണ്ടാക്കിയാലും ഇങ്ങനെ നോക്കിയിട്ട് 2 സൈഡിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം.